ഫ്രണ്ട്സ്, അപ്പോൾ കറണ്ട് ബില്ല് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീട്ടിൽ ചെക്ക് ചെയ്യാൻ വന്നതാണ്. ഇവിടെ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മീറ്ററിൽ ഒരു സിമ്പിൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് എന്ത് സിമ്പിളാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇത് അതേപോലെ ഒരു എർത്ത് സിമ്പിൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കുക. എന്തായാലും ലീക്കേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ലീക്കേജ് മീറ്ററായിട്ട് വന്നിരിക്കണേ ഞാൻ 40 മില്ലി ആംബിയർ ലീക്കേജിലേക്ക് ഇട്ടിട്ട് നമ്മൾ സർവീസ് വയറിലേക്ക് ക്ലാമ്പ് ചെയ്ത് നോക്കി. നമ്മളെന്തായാലും തിരിച്ചൊന്ന് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയപ്പോൾ ഓവർലോഡ് എന്ന് കാണിക്കുന്നത്, അതായത് 40 ആംബിയർ കൂടുതൽ കറണ്ട് ഇവിടെ ലീക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മീറ്ററിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ആ മീറ്ററിൽ നോക്കി അറിയാം നമ്മൾ ആ സിമ്പിൾ ഇപ്പോഴും നമ്മൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എർത്ത് സിമ്പിൾ. അപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അടുത്ത് പോയി. ഇതിൻ്റെ അടുത്ത് പോയപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, RCCB ഒക്കെ ഉണ്ട്. ടെസ്റ്റ് ബട്ടൺ അടിച്ചപ്പോൾ ടെസ്റ്റ് ബട്ടണൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൺ ആക്കിയപ്പോഴും കുഴപ്പമില്ല. അപ്പോഴും നമ്മൾ പിന്നെ ഇതെല്ലാം മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രത്തെ ഫീസ് ഊരിട്ടോ. ന്യൂട്രത്തെ ഫീസ് ഊരിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി. മെയിനായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ന്യൂട്രത്തെ ഫീസാണ് നമ്മൾ ഊരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല സേഫ്റ്റിയായി ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്ന പോലെ നിങ്ങളൊന്നും അനുകരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂട്രത്തെ ഫീസ് ഊരി ഓൺ ചെയ്തു, ലൈറ്റ് കത്തി. ബാക്കിയുള്ളതൊന്നും വർക്ക് ചെയ്യില്ല, ലൈറ്റുകളൊക്കെ കത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി ന്യൂട്രും എർത്തും തമ്മിൽ ഷോർട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബോർഡൊക്കെ അയച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ മെയിൻ വരുന്ന ഫേസ് ന്യൂട്രലിൽ ക്ലാമ്പ് ചെയ്തപ്പോൾ 69 മില്ലി ആംബിയർ ലീക്കേജ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നക്കാരൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മൾട്ടിപ്ലഗ് നമ്മൾ ഊരിയപ്പോൾ അവിടെ 0 ആയി. അപ്പോൾ ഇതിൽ രണ്ടിലും ഒരു എർത്തും ന്യൂട്രും കൂടി ഷോർട്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഷോർട്ടായത്, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷോർട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. വേണ്ട, ആ മൾട്ടിപ്ലഗിലാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഇവർക്ക് 5000 രൂപയോളം ബില്ല് വന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലഗ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലത്തെ ബില്ല് കൂടും. ലൈറ്റ് കത്തിയില്ലേ ചേച്ചി? ലൈറ്റ് കത്തിയില്ലേ? ആ, അപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ ആ മൾട്ടിപ്ലഗൊക്കെ ഊരി നമുക്ക് എന്തായാലും ലീക്കേജ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലീക്കേജ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 1 മില്ലി ആംബിയർ ലീക്കേജേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഫുൾ ലോഡാണ്. ഫുൾ ലോഡ് പറഞ്ഞാൽ ലൈറ്റുകൾ മാത്രമേ ഇട്ടുള്ളൂ, ലൈറ്റും ഫ്രിഡ്ജൊക്കെ ഇട്ടുണ്ട്. നമ്മളെല്ലാം ഇട്ട് ചെക്ക് ചെയ്തപ്പോൾ 1 മില്ലി ആംബിയർ ലീക്കേജേ കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ സോൾവായി പറഞ്ഞാൽ ഇതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആ മൾട്ടിപ്ലഗിലായിരുന്നു പ്രശ്നം. വേറെ കംപ്ലയിൻറ്റുകളൊന്നുമില്ല, ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല. ELCB വർക്ക് ചെയ്യുന്നില്ല. അത് നമ്മളെന്തായാലും RCCB മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു RCCB നമ്മൾ വെക്കും. ടെസ്റ്റ് ബട്ടൺ വർക്കാവുമെന്ന് കരുതിയിട്ട് ELCB വർക്കിംഗ് ആണെന്നുള്ളത് കരുതരുത്. കാരണം ഇത്രയും ലീക്കേജ് സംഭവിച്ചിട്ടും RCCB ട്രിപ്പായിരുന്നില്ല. അപ്പോൾ ആ RCCB നമ്മൾ മാറ്റി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്